ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു പ്രോബ്ലമാണ് മെട്രിക്സ് എങ്ങനെ റീഡ് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. അറേ റീഡ് ആൻഡ് പ്രിൻ്റ് അറിയുന്ന ആൾ, അല്ലെങ്കിൽ ഒരു വാരിയബിൾ റീഡ് ആൻഡ് പ്രിൻ്റ് അറിയുന്ന ആൾക്ക് അറേ പ്രശ്നമല്ല. ഒരു ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി റീഡും പ്രിൻറ്റും നടത്താം. ഓക്കെ, ദെൻ മെട്രിക്സിലേക്ക് വരുമ്പോൾ രണ്ട് ഫോർ ലൂപ്പിൻ്റെ ഹെൽപ്പോടു കൂടി നമുക്ക് റീഡും പ്രിൻറ്റും നടത്താം. അപ്പോൾ ഒരു വേരിയബിളാണ് റീഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യും. സോ നമുക്കിവിടെ മെട്രിക്സ് ഈവൻ 1 ഡയമെൻഷനിലാണെങ്കിൽ അരേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, പിന്നെ 2 ലൂപ്പ് വേണം, അതുകൊണ്ട് 2 കൗണ്ടർ വേരിയബിൾ വേണം. പിന്നെ അരയിൽ ഒരു ലിമിറ്റായിരുന്നു, നമുക്കിവിടെ എന്ത് വേണം, 2 ലിമിറ്റ്സ് വേണം. ഒന്ന് റോ വൈസ് ലിമിറ്റ്, ഒന്ന് കോളം ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിക്ലറേഷൻസാണ് ഈ ഒരു പ്രോഗ്രാമിന് ആവശ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h, കോണിയോ അതുമായി ബന്ധപ്പെട്ട CLR, SCR, get.ch ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഉബുണ്ടു ആയത് കാരണം. ഓക്കെ, ഇനി ഐ വേണം, ജെ വേണം, 2 കൗണ്ടർ വേരിയബിൾസാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലിമിറ്റാണ് ആറും സിയും, റോഡുകളുടെ എണ്ണം, കോളത്തിൻ്റെ എണ്ണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റർ ദ റോ ആൻഡ് കോളം സൈസ്. എൻ്റർ ദ ലിമിറ്റ് എന്നായിരുന്നു അരയുടെ കേസിൽ, അല്ലെങ്കിൽ സൈസ് ഒന്നും ആവാം. ഇവിടെയും സൈസാണ്. സൈസാണെങ്കിലും റോ കോളം സൈസാണെങ്കിലും നമ്മൾ രണ്ടും റീഡ് ചെയ്യണം. സോ ആംബ്രസെൻ്റ് ആർ, ആംബ്രസെൻ്റ് സി, %d, %dയിൽ സ്കാനഫിലൂടെ നമ്മൾ റീഡ് ചെയ്യുന്നു. അതിനുശേഷം എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും ഈ R/C എന്ന് പറയുന്ന മെട്രിക്സിൽ. ഇപ്പോൾ 2/2 ആണെങ്കിൽ 4, 2/3 ആണെങ്കിൽ 6 എലമെൻറ്റ്സ് ആയിരിക്കും. സോ അത്രയും എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നു. നമ്മൾ ഡബിൾ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഒന്ന് ഐ വെച്ചിട്ടും അത് റോ വരെ പോകും, ഒന്ന് ജെ ലൂപ്പ്, അത് സി വരെ പോകും. ഒരു റോയിൽ കയറിക്കഴിഞ്ഞാൽ, അതായത് i = 0 ആണെങ്കിൽ ജെ കോളത്തിൻ്റെ എണ്ണം വരെ പോകും, 0 മുതൽ C-1 വരെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന ഓരോ സമയത്തും നമുക്ക് ആ റോയിലെ എലമെൻറ്റ്സിനെ ക്യാച്ച് ചെയ്യാം. A(ij), ആംബ്രസെൻ്റ് A(ij) എന്ന കോഡ് വെച്ച് നമുക്ക് %d എന്ന ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു ടൈം ഐ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ജെ ലൂപ്പ് അത്രയും ടൈം, അതായത് കോളം എത്രയാണോ അത്രയും ടൈം ആ റോ റീഡ് ചെയ്യും. പിന്നെ ഇതിങ്ങനെ ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിക്കുമ്പോൾ മെട്രിക്സ് ഫുൾ റീഡ് ചെയ്ത് തീരും. റീഡ് ചെയ്താൽ നമ്മൾ വീണ്ടും ഇതേ ലൂപ്പ് ആവർത്തിക്കും, ഒരു വ്യത്യാസമല്ല. ഓക്കെ, നമ്മളിതിനെ പ്രിൻ്റ് ചെയ്യും. അതുതന്നെയാണ് നമ്മൾ 1 ഡയമെൻഷനിലും ചെയ്ത്, റീഡ് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് A(ij). ഇവിടെ ആംബ്രസെൻ്റ് ഇല്ല, അഡ്രസ്സിലേക്കല്ല, കണ്ടൻ്റാണ്. ഓക്കെ, %d ആയിട്ട് printf. പിന്നെ ഓരോ മെട്രിക്സിലെ എലമെൻറ്റ്സും തമ്മിലൊരു ഗ്യാപ്പ് വേണം. പിന്നെ ഒരു റോ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ലൈനിലേക്ക് ചാടണം. അതിനാണ് ജെ ലൂപ്പ് ക്ലോസ് ചെയ്തിട്ട് printf/n പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ലൈനിൽ അടുത്ത റോ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പുകളിൽ, അപ്പോൾ ഐ ലൂപ്പിൻ്റെ ഇടയിൽ ഐ ലൂപ്പിലെ കണ്ടൻസ് ഇപ്പോൾ ഏതൊക്കെയാണ്, ജെ ലൂപ്പും printf/n. ജെ ലൂപ്പിൻ്റെ കണ്ടൻറ്റ് ഓൺലി printf %d A/t A(ij). ഓക്കെ, അപ്പോൾ ഇതാണ് മെട്രിക്സ് റീഡ് ആൻഡ് പ്രിൻറ്റ്. ഇനി 2 ഇൻറ്റിജർ മെട്രിക്സുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളൊരു പ്രോഗ്രാമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ റീഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ 2 ആളെ റീഡ് ചെയ്യണം, വേണമെങ്കിൽ പ്രിൻറ്റും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടമാണ്. എന്നെ പ്രിൻ്റ് ചെയ്യണോ, ബീനെ പ്രിൻ്റ് ചെയ്യണോ, അതോ A+B എന്ന സീനെ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ നമ്മളുടെ ഡിസിഷനാണ്. അവർ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് 2 മെട്രിക്സിനെ ആഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ടിൽ ആരൊക്കെ വേണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ 2 മെട്രിക്സുകൾക്ക് വേണ്ടിയിട്ട് ഈ 2 സൈസ് വേണം. റോ 1 കോളം 1, റോ 2 കോളം 2. ഐ ജെ ലൂപ്പ് 1 മതി. അത് ഈ മെട്രിക്സിന് യൂസ് ചെയ്യാം, ആ മെട്രിക്സിന് യൂസ് ചെയ്യാം.
എനിവേ ഒരു മെട്രിക്സ് പോരാ, 3 മെട്രിക്സ് വേണം. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യാൻ ABC വാരിയബിൾസ് യൂസ് ചെയ്യും. അതേപോലെ ABC മെട്രിക്സുകളും നമ്മൾ ഡിക്ലെയർ ചെയ്യും. 5x5 ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. മാക്സിമം 25 എലമെൻറ്റ്സ് ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ സൈസ് ചോദിക്കുന്നു. സൈസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് അല്ലെങ്കിൽ സൈസ് ഓഫ് റോ ആൻഡ് കോളം ഓഫ് ഫസ്റ്റ് മെട്രിക്സ് R1 C1 ആംപർസെൻറ്റ് വെച്ചിട്ട് പെർസെൻറ്റേജ് ഡിയിൽ റീഡ് ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ സൈസ് റീഡ് ചെയ്താൽ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സൈസും അങ്ങോട്ട് റീഡ് ചെയ്യാം. ഇനി റീഡിങ് ഓഫ് എലമെൻറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. വെറുതെ അങ്ങ് എല്ലാവരുടെയും റീഡ് ചെയ്തിട്ട് കാര്യമില്ല. ലാസ്റ്റ് അവരെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഇവരുടെ സൈസും അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ എന്താണ്, റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തിൻ്റെ റോയും രണ്ടാമത്തിൻ്റെ റോയും, ഒന്നാമത്തിൻ്റെ കോളവും രണ്ടാമത്തിൻ്റെ സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഒരേ ഓർഡറിലുള്ള. ഇപ്പോൾ 2/3 എന്ന മെട്രിക്സിന് 3/4 പറ്റില്ല, 3/2 പറ്റില്ല, 2/3 മാത്രമേ പറ്റൂ. മനസ്സിലായോ? അങ്ങനെ ഒരേ സൈസ് അല്ലെങ്കിൽ ഓർഡറുള്ള ഒരു മെട്രിക്സുകളെ മാത്രമേ, 2 മെട്രിക്സുകളെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ വേറെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവർ തുല്യമല്ല എന്ന് ചെക്ക് ചെയ്യണം. അത് ട്രൂ അടിച്ചാൽ അഡീഷൻ ഈസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ അഡീഷൻ ഈസ് ഇമ്പോസിബിൾ എന്ന് നമ്മളൊരു മെസ്സേജ് കൊടുക്കും. അതോടുകൂടി നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിക്കും. സോ എക്സിറ്റ് സെമിക്കോളൻ. ഓക്കെ, ഈഫാണ്. എൽസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് മെട്രിക്സ് ഇത്ര എണ്ണം R1 × C1 റീഡ് ചെയ്യണം. അതിന് 2 ലൂപ്പ് ഇടുന്നു. R1 C1 ലിമിറ്റ് വരെ പോയിട്ട് ആംപർസെൻറ്റ് A of ij. പിന്നെ നമ്മൾ വീണ്ടും സെക്കൻഡ് മെട്രിക്സ് R2 C2 2 ലൂപ്പ്, അതിൻ്റെ അടുത്ത് B of ij ആംപർസെൻറ്റിൽ. അങ്ങനെ 2 മെട്രിക്സുകൾ നമ്മളുടെ കയ്യിൽ കിട്ടി. ഇവരുടെ ഓർഡർ സെയിം ആയതോ ആണെങ്കിൽ മാത്രം. എൽസിലാണ് ഈ കോഡൊക്കെ എഴുതുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആഡ് ചെയ്യാണ്. വീണ്ടും നമ്മൾ ഇതേ ലൂപ്പുകൾ ആവർത്തിക്കണം. കാരണം നമുക്ക് അതിലൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു അരയിലൂടെ അല്ലെങ്കിൽ മെട്രിക്സിലൂടെ ട്രാവൽ ചെയ്യുക, അതിനെയാണ് എന്ന് പറയുക. ട്രാവൽ ചെയ്ത് ഓരോരുത്തരെ വിസിറ്റ് ചെയ്ത് അവരുടെ മുകളിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക എന്നുള്ളതിനെയാണ് ട്രാവേഴ്സിങ് എന്ന് പറയാം. അപ്പോൾ ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് 2 ലൂപ്പ് ഇടണം. നമ്മൾ ആ മെട്രിക്സിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇപ്പോൾ ഇടുന്ന ലൂപ്പ് നമ്മൾ 3 മെട്രിക്സിലും കൂടെ ഒപ്പാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, C of ij = A of ij + B of ij. എ എന്ന മെട്രിക്സിനെ സന്ദർശിക്കും, ബി എന്ന മെട്രിക്സിനെ സന്ദർശിക്കും. അവരെ 2 പേരെയും ആഡ് ചെയ്ത് C എന്ന മെട്രിക്സിലേക്ക് പുട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ij കോംബോയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ 3 മെട്രിക്സുകളിലൂടെ വിസിറ്റ് ചെയ്ത് നമ്മൾ 3ാമത്തെ മെട്രിക്സ് മറ്റ് 2ൽ നിന്നും ഉണ്ടാക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാണ്. സം മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് എ പ്രിൻ്റ് ചെയ്യാം, ബി പ്രിൻ്റ് ചെയ്യാം. അതിനൊക്കെ അങ്ങനെ ലൂപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ 2 ലൂപ്പ് C of ij, ഒന്നെങ്കിൽ R1 C1 അല്ലെങ്കിൽ R2 C2 ഓർഡർ എടുക്കാം. കാരണം 2 പേരും തുല്യമായാൽ മാത്രമേ അവിടെ അഡീഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഓരോ ലിമിറ്റ് വെച്ചിട്ട് നമ്മളത് പ്രിൻ്റ് ചെയ്യുന്നു. അതോടുകൂടി മെട്രിക്സ് പ്രിൻറ്റിങ്ങിൽ ഒരു /n ഉണ്ടായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഇതാണ് മെട്രിക്സ് അഡീഷൻ. ഇനി ആ ഡിഫറൻസ് ആണെങ്കിൽ എന്താണ്, മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് വലിയ ഇതൊന്നുമില്ല. അതായത് അത് ഞാൻ ക്ലാസ്സിൽ തന്നെ പറയാം കേട്ടോ. പിന്നെ ഇതെന്തോ അറിയാതെ തട്ടിയ ലൈനാണ്, എന്നാലും അത് വേണമെങ്കിൽ അതിൽ പറയാം, ക്ലാസ്സിൽ ചെയ്യാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്യണം, വേറെ ഒരു കുഴപ്പമില്ല. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അതേസമയം മൈന്യൂട്ടായിട്ട് ചില
എന്തുണ്ടായിരിക്കും, ഇക്വേഷൻസ് ഉണ്ടാവും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ സബ്ട്രാക്ഷൻ ഒന്നും പഠിക്കാൻ മാത്രമൊന്നുമില്ല. എന്താ A+C=A+B അതുതന്നെയാണ്. പക്ഷേ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാമല്ലോ. ഫസ്റ്റ് റോലെ എലമെൻസിനെ അനദർ മെട്രിക്സിൻ്റെ എല്ലാ കോളമായിട്ടും മൾട്ടിപ്പിൾ ചെയ്ത് സമ്മ് കാണും. ഓക്കെ, സം ഓഫ് പ്രൊഡക്ട്സ് ആണ്. അങ്ങനെയാണ് റിസൾട്ട് മെട്രിക്സിലെ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ആവുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇക്വേഷനാണ് C(ij) = C(ij) + A(ik) × B(k)j. അപ്പോൾ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ 3 ലൂപ്പുകൾ വേണം. കാരണം ഇതിൻ്റെ ഇടയിൽ ഇവരൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. റോ കോളം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഒരു K ലൂപ്പിൻ്റെ ആവശ്യം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഞാൻ ക്ലാസ്സിൽ വിവരിച്ചു തരാം. ഓക്കെ, ഇനി അരയുടെ ഇതും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു അരേ റീഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് റീഡ് ചെയ്യുക. പിന്നെ എന്താണ്, അതിലെ സ്മാളസ്റ്റ് എലമെൻറ്റിനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതിലെ ആദ്യത്തെ എലമെൻറ്റിനെ നമ്മൾ സ്മാളാണെന്ന് മുദ്ര കുത്തി, ഓക്കെ, അസൈൻ ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ അരയിലൂടെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലെ ആളാണ് ആര്, സ്മാള്. അപ്പോൾ അടുത്ത ആളെ ആയിട്ട് കമ്പയർ ചെയ്യും. എന്നേക്കാൾ ചെറുതുണ്ടെങ്കിൽ അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഇനി മുതൽ സ്മാൾ ആരാ, എക്സ്ചേഞ്ചിങ് അല്ല, ഇനി മുതൽ സ്മാൾ ആരായി മാറും, ആ ചെറിയ ആളായിട്ട് മാറും. ഓക്കെ, വീണ്ടും ഇയാൾ മൂവ് ചെയ്യും. ഏതുവരെ മൂവ് ചെയ്യും, അരയുടെ എൻഡ് വരെ. ഓക്കെ, അതാണ് സ്മാൾ കണ്ടുപിടിക്കാനുള്ള ലോജിക്ക്. ബിഗ് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് എന്താ, സെയിം തന്നെ. ആദ്യത്തെ ആളാണ് ബിഗ് എന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് അയാൾ അടുത്ത ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുക. എപ്പോഴെങ്കിലും ഇയാളേക്കാൾ വലിയൊരു ബിഗ് ഐറ്റം വരികയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് അയാളായിരിക്കും ബിഗ്. അപ്പോൾ ലാസ്റ്റ് ഒരു അരയുടെ സ്റ്റാർട്ട് ടു എൻഡ് ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഈ ബിഗ് ഓർ സ്മാൾ എന്ന വേരിയബിളിൽ നമുക്ക് കിട്ടുന്ന ആളാണ് ദ ബിഗ്ഗസ്റ്റ് ഓർ ദ സ്മാളസ്റ്റ് എമംഗ് ദ അരേ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോജിക്കാണ് ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലിമിറ്റൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു, അത് റീഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് എലമെൻറ്റ്സ് റീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഫസ്റ്റ് എലമെൻറ്റ് സ്മാളാണ് അല്ലെങ്കിൽ ബിഗ് ആണെന്ന് പറയും. അതിനുശേഷം ഒരു ലൂപ്പ് തുടങ്ങും. ആ ലൂപ്പ് 0 മുതൽ തുടങ്ങണമെന്നില്ല. കാരണം ആൾറെഡി ഒരാൾ നമ്മളുടെ കയ്യിലാണ്. പിന്നെ അയാളെ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അടുത്ത എലമെൻറ്റ് മുതൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കമ്പയർ ചെയ്താൽ മതി. അയാളേക്കാൾ ചെറുതുണ്ടോ എന്ന് നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്മാൾ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അയാളാണ്. എന്നിട്ട് ഏറ്റവും അവസാനം ലൂപ്പിൻ്റെ അവസാനം നമ്മൾ പറയും ദ സ്മാളസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അരേ ഈസ്. ഓക്കെ, അങ്ങനെ അത് ലാർജസ്റ്റും കണ്ടുപിടിക്കാം. ഇനി ഈ സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡ് ലാർജും, ഓക്കെ, ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും അല്ലെങ്കിൽ സ്മാളും സെക്കൻഡ് സ്മാൾ, ഇങ്ങനെയൊക്കെ പ്രോഗ്രാം പിന്നെ വരാറുണ്ട്. ഓക്കെ, തിയറിയിലും പ്രോഗ്രാം കോഡ് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അരേ നോർമലി നമ്മൾ ലിമിറ്റ് എത്രയാണ്, അരകൾ റീഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ റീഡ് ചെയ്ത് നമ്മളുടെ കയ്യിൽ വന്നു. അങ്ങനെ വന്നിട്ട് ആദ്യത്തെ 2 ആൾക്കാരെടുക്കും. കാരണം ഇവിടെ 2 ആൾക്കാരെ കണ്ടുപിടിക്കണം. നേരത്തെ ലാർജോ സ്മാളോ ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒരാളെടുത്തു. ഇപ്പോൾ ഇവിടെ 2 പേരെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമ്മൾ 2 ആളെടുക്കും. എന്നിട്ടിപ്പോൾ അതിലാരാണോ വലുത് ചെറുത് നോക്കും. എന്നിട്ട് വലുതിനെ ലാർജിലേക്കും പിന്നെ ചെറുതിനെ സെക്കൻഡ് ലാർജിലേക്കും. ഇനിയിപ്പോൾ സ്മാളും സെക്കൻഡ് സ്മാളും ആണെങ്കിൽ ചെറുതിനെ സ്മാളിലേക്കും വലുതിനെ സെക്കൻഡ് സ്മാളിലേക്കും സെറ്റാക്കി കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. ഈ ഈഫ് L < A of I അങ്ങനെ അവിടെ അല്ല, അതിന് മുമ്പ്
അങ്ങനെ അത് സെറ്റായാൽ പിന്നെ നമ്മൾ ഈ ഒരു അരയിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ 2 പേരെടുത്തതുകൊണ്ട് ഇനി അര വിസിറ്റ് ചെയ്യുന്നത് i = 2 ആണ്, 0 വെച്ചിട്ടല്ല, പിന്നെ i 1 വെച്ചിട്ടുമല്ല. ഇനി 2 മുതൽ വിസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ ലാസ്റ്റ് വരെ പോവാം. ആ സമയത്ത് ലാർജിനേക്കാൾ ലാർജിനേക്കാൾ വലിയ ആളുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അയാളാണ് ഇനി മുതൽ ലാർജ്. പിന്നെ സെക്കൻഡ് ലാർജ് എന്ന് പറഞ്ഞാൽ ലാർജാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചു. അല്ലെങ്കിൽ സെക്കൻഡ് ലാർജിനേക്കാൾ, അതായത് ലാർജിനേക്കാൾ പിന്നെ വലുതല്ല, എന്നാൽ സെക്കൻഡ് ലാർജിനേക്കാൾ വലുതാണ്. അങ്ങനത്തെ കേസും വരാം. അപ്പോൾ സെക്കൻഡ് ലാർജ് അവരും തമ്മിൽ നോക്കും. ആണെങ്കിൽ ഇനി മുതൽ സെക്കൻഡ് ലാർജ് അതായിരിക്കും. ലാസ്റ്റ് നമ്മളത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. ഇനി അടുത്ത പ്രോഗ്രാമാണ് ഒരു അരേ ഓഫ് നമ്പേഴ്സ് അങ്ങോട്ട് റീഡ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് അണ്ടർസ്റ്റുഡാണ്. ലിമിറ്റ് വേണം, പിന്നെ സ്കാൻഎഫ് വച്ച് ഫോർ ലൂപ്പിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു അരേ റീഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, പിന്നെ എന്താ അവർ പറഞ്ഞത്, ആ അരയിലൂടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ഫോർ ലൂപ്പിൽ ആ അരയിലൂടെ നമ്മൾ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിലെ ഓരോ എലമെൻറ്റും ഓഡാണോ ഈവൺ ആണോ എന്ന് നോക്കുക. ഓഡാണെങ്കിൽ പുതിയ അരയായ ഓഡിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. ഈവൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈവൺ അരയിലേക്ക് ഇൻസെർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഓഡ് അരയും ഈവൺ അരയും പ്രിൻ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമ്മളുടെ എല്ലാം മിക്സപ്പ് ചെയ്ത അരയും പ്രിൻ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇനി റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻ്റ് ഡയഗോണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ്, അപ്പോൾ സൈസ് മാത്രം റീഡ് ചെയ്താൽ മതി. ഇപ്പോൾ 3 ആണെങ്കിൽ 3x3 ആണെങ്കിൽ 3, 2x2 ആണെങ്കിൽ 2, 4x4 ആണെങ്കിൽ 4. ആ സൈസ് റീഡ് ചെയ്യുക. എന്നിട്ട് ആ സൈസ് വെച്ചിട്ടൊരു മെട്രിക്സ് അങ്ങോട്ട് റീഡ് ചെയ്തെടുക്കുക 2 ലൂപ്പുകളോട് ഹെൽപ്പോട് കൂടി. ഇനി ഡയഗോണൽ എലമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഐയും ജെയും എപ്പോഴൊക്കെ തുല്യമാകുന്നു ആ സമയത്ത് ഉള്ള എലമെൻറ്റ്സ് ആണ് ഡയഗോണൽ എലമെൻറ്റ്സ്. അപ്പോൾ നോർമലി നമ്മളൊരു ഒരു 2 ലൂപ്പ് ഇട്ടിട്ട് ഒരു മെട്രിക്സ് പ്രിൻ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം ഐയും ജെയും എപ്പോഴൊക്കെ തുല്യമാണ്. ആ സമയത്തുള്ള എലമെൻറ്റിനെ മാത്രം പ്രിൻ്റ് ചെയ്യുക. അല്ലാത്തപ്പോഴൊന്നും ഇങ്ങനെ ലൂപ്പ് അടിച്ചാൽ മതി, അല്ലാതെ യാതൊന്നും ചെയ്യണ്ട. എപ്പോഴാണോ ഐ ജെ ഈക്വൽ ആവുന്നത് ആ സമയത്ത് m(ij) പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഡയഗോണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എന്നുള്ള പ്രോഗ്രാം.